നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളായ നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാനങ്ങൾ ധ്യാനിക്കുന്ന വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ദിനങ്ങളിൽ സഭയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള അസുലഭ കൃപാവര ലബ്ധിയുടെ അവസരങ്ങളാണ് ദണ്ഡവിമോചന അവസരങ്ങൾ. വിശുദ്ധ വാരത്തിലെ സുപ്രധാന ദിനങ്ങളായ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ദിനങ്ങളിലെ ദണ്ഡവിമോചന അവസരങ്ങളുടെ വിശദാംശങ്ങളിലേക്ക്. പെസഹ വ്യാഴത്തിൽ അന്നത്തെ ദിനത്തിന്റെ തിരുക്കർമ്മങ്ങളിൽ പൂർണ്ണമായി പങ്കെടുത്ത് 1 മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേരുക എന്നതാണ് ദണ്ഡവിമോചന മാനദണ്ഡം. ദുഃഖവെള്ളി ദിനത്തിലാകട്ടെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് കുരിശ് ചുംബിക്കുകയും കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുകയും കുരിശിന്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ദണ്ഡവിമോചനം ലഭിക്കുക. ദുഃഖശനി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും മാമോദിസ വ്രതം പുതുക്കുകയും ചെയ്യുമ്പോഴും സഭ ദണ്ഡവിമോചനത്തിന്റെ അവസരം നൽകുന്നുണ്ട്. ഈസ്റ്റർ ദിന തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ഈസ്റ്റർ ദിനത്തിലെ മാർപ്പാപ്പയുടെ ഉർബി എത് ഓർബി ആശീർവാദം നേരിട്ടോ മാധ്യമങ്ങളിലൂടെയോ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കും ദണ്ഡവിമോചന ലബ്ധിയുണ്ട്. ദണ്ഡവിമോചനം എന്നത് അപരാധമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ്. അതേസമയം പരിശുദ്ധ സഭ ദണ്ഡവിമോചനം സാധ്യമാകുന്നതിനു വേണ്ടി ചില പൊതുവ്യവസ്ഥകളും വിശ്വാസികൾക്ക് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ലഘുപാപങ്ങളിൽ നിന്നു പോലും അകന്ന് പൂർണ്ണ പ്രസാദവരത്തിൽ ആയിരിക്കുക, വിശുദ്ധ കുമ്പസാരം നടത്തുക, പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ത്രിത്വസ്തുതി എന്നീ പ്രാർത്ഥനകൾ പാപിയുടെ നിയോഗാർത്ഥം ചൊല്ലുക എന്നിവയാണ് ഈ പൊതുവ്യവസ്ഥകൾ. തിരുസഭ ഒരുക്കിയിരിക്കുന്ന ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ആത്മീയ പോഷണം നേടാം.